നമസ്കാരം. പീഡനക്കേസിൽ ഗവർണർ ആനന്ദ് ബോസ് കുടുങ്ങും. ഗവർണർക്കെതിരെ പകയുമായി മുഖ്യമന്ത്രി മമതാ ബാനർജി. ആനന്ദ് ബോസിനെ തളയ്ക്കാൻ ഇര രംഗത്ത്. മലയാളിയും മുൻ IAS ഉദ്യോഗസ്ഥനും ഇപ്പോൾ പശ്ചിമ ബംഗാൾ ഗവർണറുമായ CV ആനന്ദ് ബോസിനെ കൊടുക്കാൻ ബംഗാൾ സർക്കാർ രണ്ടും കൽപ്പിച്ച് നീക്കങ്ങൾ നടത്തുന്നു. സർവീസിൽ നിന്നും വിരമിച്ച ശേഷം BJP പാർട്ടിയുമായി സഹകരിച്ച ആനന്ദ് ബോസിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക താൽപ്പര്യം എടുത്തുകൊണ്ടാണ് പശ്ചിമ ബംഗാളിലെ ഗവർണർ പദവി നൽകിയത്. ഗവർണറുടെ ആസ്ഥാനമായ രാജ്ഭവനിൽ ഇപ്പോൾ ഭരണപരമായ കാര്യങ്ങളെക്കാൾ ദ്രുതഗതിയിൽ കാര്യങ്ങൾ നടക്കുന്നത് ഒരു പീഡന കേസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഗവർണർ പദവിയിലിരിക്കുന്ന ആനന്ദ് ബോസ് തന്നെ ബലാത്കാരമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന ഒരു ജീവനക്കാരി പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് പ്രതിസന്ധികൾ ഉണ്ടായത്. ഏതായാലും ബംഗാൾ രാജ്ഭവനിൽ ഓരോ നിമിഷവും തീയും പുകയും ഉയരുന്നു എന്നതാണ് പുറത്തുവരുന്ന വാർത്തകൾ. ബംഗാൾ രാജ്ഭവനിലെ പീഡന വാർത്തകൾ പുറത്തു വന്നതോടുകൂടി BJPയുടെ കേന്ദ്ര നേതാക്കൾ വല്ലാത്ത പ്രതിസന്ധിയിൽ ആയിരിക്കുകയാണ്. ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അന്ത്യഘട്ടത്തിൽ എത്തിയപ്പോഴാണ് BJPക്കാരനായ ഗവർണറുടെ പീഡന വാർത്ത പുറത്തു വന്നത്. ഗവർണർ നടത്തിയ ക്രൂരമായ നടപടികളിൽ പ്രതിഷേധിച്ച് പരസ്യമായ രാഷ്ട്രീയ വാക്ക് തർക്കങ്ങളും ബംഗാൾ തലസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പശ്ചിമ ബംഗാൾ ഗവർണർ പദവി ഏറ്റെടുത്ത ശേഷം ഏറെ ദിവസം കഴിയുന്നതിന് മുൻപ് തന്നെ ഗവർണറും മുഖ്യമന്ത്രി മമതാ ബാനർജിയും തമ്മിൽ തുറന്ന വാക്കുപോരുകളും മത്സരവും ഉണ്ടായി. ബംഗാളിൽ അരങ്ങേറിയ പോലീസ് നടപടികൾ വിവാദമായപ്പോൾ സർക്കാരിനെതിരെ വിമർശനവുമായി ഗവർണർ രംഗത്ത് വന്നിരുന്നു. വേണ്ടി വന്നാൽ ബംഗാൾ സർക്കാരിനെ പിരിച്ചുവിടുന്നതിന് ശുപാർശ ചെയ്യും എന്നുവരെ ഗവർണറായ ആനന്ദ് ബോസ് ഭീഷണി സ്വരത്തിൽ പറഞ്ഞിരുന്നു. ഈ തർക്കങ്ങൾ ബംഗാളിൽ വ്യാപകമായി ചർച്ചയിൽ നിൽക്കുമ്പോഴാണ് ആനന്ദ് ബോസിനെതിരെ കുടുക്കിലാക്കുന്ന ഒരു പീഡന കേസ് പുറത്തു വരുന്നത്. രാജ്ഭവനിലെ ഒരു ജീവനക്കാരി ഗവർണർ തന്നെ പലതരത്തിലുള്ള പീഡന ശ്രമങ്ങൾക്കും വിധേയമാക്കി എന്നും എതിർത്തപ്പോൾ അക്രമത്തിന് വരെ മുതിർന്നു എന്നും തനിക്ക് മാത്രമല്ല രാജ്ഭവനിലെ സ്ത്രീകളായ മറ്റു ചിലർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുമാണ് പോലീസിൽ പരാതിയുമായി എത്തിയത്. ഈ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നപ്പോൾ ആദ്യം യുവതിയുടെ പരാതികളെല്ലാം വ്യാജമാണെന്നും തനിക്കെതിരെ സർക്കാർ നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമാണെന്നും ആനന്ദ് ബോസ് പ്രസ്താവനയുമായി രംഗത്ത് വന്നെങ്കിലും മതിയായ തെളിവുകളോടെ ഇരയായ സ്ത്രീ നിലയുറപ്പിച്ചത് ആനന്ദ് ബോസിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കുകയാണ് ഉണ്ടായത്. 1-2 ദിവസം രാജ്ഭവനിൽ പിടിച്ചു നിന്ന ആനന്ദ് ബോസ് പിന്നീട് ചില പൊതുപരിപാടികൾ പങ്കെടുക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ബംഗാളിൽ നിന്നും കേരളത്തിലേക്ക് യാത്രയാവുകയാണ് ചെയ്തത്. ആനന്ദ് ബോസ് ഇപ്പോഴും ബംഗാളിൽ തിരിച്ചെത്തിയിട്ടില്ല എന്നാണ് അറിയുന്നത്. ഇതിനിടയിലാണ് പോലീസ് അന്വേഷണം കൂടുതൽ ശക്തമാക്കാനും ഊർജിതമാക്കാനും മുഖ്യമന്ത്രി മമതാ ബാനർജി നീക്കങ്ങൾ നടത്തിയത്. രാജ്ഭവനിൽ തെളിവെടുപ്പ് നടത്തുന്നതിന് പോലീസ് അനുമതി തേടിയെങ്കിലും ഗവർണർ അനുമതി നിഷേധിച്ചത് സംഭവം കൂടുതൽ വഷളാക്കാൻ വഴിയൊരുക്കി. മാത്രവുമല്ല, രാജ്ഭവനിലുണ്ടായ പീഡന അനുഭവങ്ങൾ പറയുന്നതിന് തയ്യാറായ രാജ്ഭവനിലെ ജീവനക്കാരെ ഗവർണറുടെ ആൾക്കാർ ഭീഷണിപ്പെടുത്തി നിശബ്ദമാക്കാൻ ശ്രമിക്കുന്നു എന്ന പരാതിയുമായി ഇര പോലീസിനെ സമീപിച്ചിരിക്കുകയാണ്. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സാധാരണ രാഷ്ട്രീയക്കാരിയല്ല. വികാരപരമായും ധൈര്യത്തോടെയും ഏത് കാര്യത്തെയും നേരിടാൻ കഴിവുള്ള സ്ത്രീയാണ് മമതാ ബാനർജി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJPയുടെ പ്രമുഖ നേതാക്കളെയും പരസ്യമായി വെല്ലുവിളിച്ച ചരിത്രം മമതയ്ക്കുണ്ട്. അത്തരത്തിൽ ചങ്കൂറ്റമുള്ള മമതാ ബാനർജി തനിക്കെതിരെ നീങ്ങുന്ന ഗവർണർ ആനന്ദ് ബോസിനെ പരമാവധി ഉപദ്രവിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഏതായാലും ഏറ്റവും കൂടുതൽ ബംഗാൾ തലസ്ഥാനത്ത് നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ മലയാളി കൂടിയായ ഗവർണർ ആനന്ദ് ബോസിന് ശുഭകരമായ രീതിയിൽ ഉള്ളതല്ല എന്നതാണ്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്കും മുഖ്യമന്ത്രിയുടെ നിലപാടുകൾക്കും വിഘാതമുണ്ടാക്കുന്ന ഗവർണറെ പുകച്ചു പുറത്താക്കുക എന്ന നിലപാട് സ്വീകരിക്കുകയാണ് മുഖ്യമന്ത്രിയായ മമതാ ബാനർജി. തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ ഗവർണറുടെ പീഡന കേസുകൾ പരമാവധി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നതിന് മുഖ്യമന്ത്രിയും സ്വന്തം പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിൽ പാർട്ടിയെ മൊത്തത്തിൽ
മോശമായി ബാധിക്കുന്ന ഒരു സംഭവം എന്നതിൻ്റെ പേരിൽ BJP നേതാക്കളും ആനന്ദബോസിനെ പൂർണ്ണമായും തഴഞ്ഞ നിലപാടാണ്. സഹായത്തിന് സ്വന്തം പാർട്ടിയായ BJP ഇല്ലാതെ വരികയും നേതാക്കൾ സഹായിക്കാൻ ഒപ്പമില്ലാതെ വരുന്ന സാഹചര്യം വരികയും താൻ ഗവർണറായിരിക്കുന്ന സംസ്ഥാനത്തെ ഭരണകൂടവും അവിടുത്തെ പോലീസും തനിക്കെതിരെ ശക്തമായ നീക്കം നടത്തുകയും ചെയ്താൽ ഗവർണർ ആനന്ദബോസ് വല്ലാത്ത പ്രതിസന്ധിയിലാവുക തന്നെ ചെയ്യും. പോലീസിന് എല്ലാ സ്വാതന്ത്ര്യവും മുഖ്യമന്ത്രി മമതാ ബാനർജി നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ഗവർണറെ അറസ്റ്റ് ചെയ്യുന്നതിന് അനുമതി തേടിക്കൊണ്ട് രാഷ്ട്രപതിക്ക് കത്ത് നൽകുന്ന തീരുമാനമുണ്ടായാൽ അത്ഭുതപ്പെടേണ്ട കാര്യവുമില്ല. ആനന്ദബോസിനെതിരെ പീഡന പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ള രാജ്ഭവൻ ജീവനക്കാരി കൂടിയായ യുവതിക്ക് സർക്കാരും തൃണമൂൽ കോൺഗ്രസ് നേതാക്കളും എല്ലാ സംരക്ഷണവും പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. നന്ദി.